മഞ്ഞുരുക്കത്തിന്റെ സൂചന നൽകി ഗവർണർക്കൊപ്പം രാജ്ഭവനിൽ വേദി പങ്കിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്ഭവന്റെ ത്രൈമാസിക രാജഹംസിന്റെ പ്രകാശന ചടങ്ങിൽ ഗവർണറുടെ അധികാരത്തെപ്പറ്റി പറയുന്ന ലേഖനത്തോട് ഗവർണറെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ശ്രദ്ധേയമായി. ലേഖനത്തിലെ അഭിപ്രായം സർക്കാരിൻ്റെതല്ല എന്ന് മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയുടെ വിമർശനത്തോട് ഗവർണർ മൗനം പാലിക്കുകയായിരുന്നു. രാജ്ഭവനിലെ ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിയിരുന്നു എന്നതും ശ്രദ്ധേയമായി. സർവകലാശാല വിഷയങ്ങളിൽ ഇടഞ്ഞു നിന്ന ശേഷം മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് എത്തുന്നു എന്നതായിരുന്നു ത്രൈമാസിക പ്രകാശനത്തെ ശ്രദ്ധാകേന്ദ്രമാക്കിയത്. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചന എന്ന നിർബന്ധം വെടിഞ്ഞ് ഗവർണറും സർക്കാരുമായി അടുക്കുന്നുവെന്ന് സൂചന നൽകി. എന്നാൽ രാജ്ഭവനുമായുള്ള അടുത്ത ബന്ധം വിയോജിപ്പുകൾ തുറന്നു പറയാൻ തടസ്സമല്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. പ്രകാശനം ചെയ്ത രാജഹംസ മാസികയിൽ ഗവർണർ അധികാരത്തെക്കുറിച്ചുള്ള ലേഖനത്തിലെ ഉള്ളടക്കം സർക്കാർ നിലപാടിലെന്ന് പറയാൻ മുഖ്യമന്ത്രി മടിച്ചില്ല. ഭരണഘടനയുടെ 200-ാം വകുപ്പ്, ഗവർണറുടെ അധികാരങ്ങൾ, നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. അത് വരുന്നത് രാജ്ഭവൻ്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നു എന്ന് ആരും കരുതേണ്ടതില്ല. വിയോജിപ്പുകൾ അനുവദിക്കുന്ന സർക്കാരാണ് കേരളത്തിലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തും വിമർശനം ഒളിപ്പിച്ചു. രാജ്ഭവൻ ചരിത്രപരമായ ഒട്ടനവധി കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇനിയുണ്ടാകുന്ന അത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെടാതെ പോവുക എന്ന അനൗചിത്യം ഉണ്ടാവാതെ നോക്കാൻ രാജഹംസിന് കഴിയട്ടെ. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളെക്കുറിച്ച് ശശി തരൂരിനോട് ചോദിച്ചു മനസ്സിലാക്കിയെങ്കിലും മറുപടി പറയാൻ ഗവർണർ കൂട്ടാക്കിയില്ല. I am very much humbled and thankful to our matured Honorable Chief Minister having come to the Raj Bhavan and released our in-house journal, the first edition of the journal Raj House. രാജ്ഭവനെ ജനങ്ങളുടെ സ്ഥാപനം എന്ന നിലയിൽ ലോക്ഭവനാക്കി മാറ്റണമെന്ന് ഡോക്ടർ ശശി തരൂർ MP ആവശ്യപ്പെട്ടു. ഇതിനോട് യോജിച്ച ഗവർണർ 2022 തന്നെ ഈ നിലപാട് പറഞ്ഞിട്ടുണ്ടെന്നും വിശദീകരിച്ചു. ചടങ്ങിൽ ക്ഷണമുണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.